രൂപത്തിലും ജാതിയിലും വർണ്ണത്തിലൊക്കെ വ്യത്യാസമുണ്ടാകും. പക്ഷെ അകത്ത് നമ്മൾ എല്ലാവരും ഒന്നാണ്. ആദിശങ്കരാചാര്യ സ്വാമികൾ പറയും, കുടത്തിനകത്ത് ഒരു വെളിച്ചം കത്തിച്ചു വെച്ചാൽ ആ കുടത്തിനകത്ത് ധാരാളം ദ്വാരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നാനാ ഛിദ്രഘടോ, അതിന്റെ ഉള്ളിലിരിക്കുന്ന വെളിച്ചത്തിന് ഒരേ വെളിച്ചം തന്നെ വലിയ ഒരു വട്ടത്തിലൂടെ ഓട്ടയിലൂടെ വലുതായി കാണും, ചെറിയ ഓട്ടയിലൂടെ ചെറുതായി കാണും, അല്ലെ? ഇതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലരുടെ പ്രകാശം കൂടുതൽ അറിവിന്റെ രൂപത്തിൽ, കഴിവിന്റെ രൂപത്തിൽ, ശക്തിയുടെ രൂപത്തിൽ, പല രൂപത്തിൽ പ്രകാശിക്കുന്നു. പക്ഷേ ഒരേ സത്യമാണ്. ഒരേ ഇലക്ട്രിസിറ്റി തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫാനായിട്ട് ഉപയോഗിക്കുന്നു, ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നു, ട്യൂബായിട്ട് ഉപയോഗിക്കുന്നു, ഹീറ്ററായിട്ട് ഉപയോഗിക്കുന്നു, മിക്സിയിൽ ഉപയോഗിക്കുന്നു, ഗ്രൈൻഡറിൽ ഉപയോഗിക്കുന്നു. പക്ഷെ കറണ്ട് ഒന്നാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഇവിടുത്തെ ഒരു തുള്ളി വെള്ളമാണെന്ന ബോധമുണ്ടാകും. നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ് നമ്മുടെ ജീവിതം. ഭാരത ഋഷിവര്യന്മാര് പറയുന്നു, മനുഷ്യ ജീവിതം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു? പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നമ്മുടെ ഓരോ കുട്ടികളുടെ ഉള്ളിലും ഇത് ഉറയ്ക്കണം. എന്റെ ജീവിതം പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മളെല്ലാവരും ഒരേ ഒരു സത്യമാണ്. മറ്റു മതങ്ങളൊക്കെ ഏക സത്യം, ഏക ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഏകമേവ സത്യം, ഒരേ ഒരു സത്യം. എല്ലാവരും ഒരേ ഒരു സത്യത്തിന്റെ അംശങ്ങളും ഭാഗങ്ങളുമാണ്. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് ഉയർന്നവരെന്നും താഴ്ന്നവരെന്നൊക്കെ ചിന്തയുള്ളത്? അവിടെയാണ് നമ്മൾ ഒന്നിക്കുന്നത്. ഈ പുഴയുടെ തീരത്ത് ഒന്നിക്കുന്നത് നമ്മളിൽ ആ ഏകബോധം വരുമ്പോഴാണ്. നമ്മളെല്ലാവരും ഒന്നാണ്. ഒരേ മണ്ണ്, ഒരേ ഭൂമി, ഒരേ വെള്ളം, ഒരേ വായു. കഴിഞ്ഞ ദിവസം സുനിത വില്യംസ് എന്ന് പറയുന്ന കുറെ കാലം സ്റ്റേഷനിൽ നിന്ന അവര് കോഴിക്കോട് വന്നപ്പോൾ അവരുടെ പ്രസംഗത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അവിടെ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും ഒരേ വായുവിലാണ്, ഒരേ ഭൂമിയിലാണ്, ഒരേ അന്തരീക്ഷത്തിലാണെന്ന് പറയാൻ ഇത് ഭാരതീയർക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ദൈവം ആകാശത്തിനപ്പുറത്തല്ല, നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ജീവിതം നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കുംഭമേളയ്ക്ക് വരുമ്പോൾ മനസ്സിലാക്കണം, ഈ മുങ്ങുന്ന ഒരു തുള്ളി വെള്ളം കടലിലേക്ക് എത്തുന്ന പോലെ എന്റെ ജീവിതവും പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരുന്നത്. മുന്നോട്ട് നോക്കലാണ് എന്റെ ജീവിതം. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തത് കൊണ്ടോ ചുറ്റുമുള്ളതിനെ കുറിച്ച് ദുഃഖിച്ചത് കൊണ്ടോ കാര്യമില്ല. കൈ കോർത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഇവിടെ വരുമ്പോ എല്ലാവരും എങ്ങനെയാ വരുന്നത്? ഒരുമിച്ച് വരുന്നു. ഇവിടെ സങ്കടങ്ങളില്ല, ദുഃഖങ്ങളില്ല, പ്രയാസങ്ങളില്ല, എല്ലാം മറന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ അത്രയും സൗകര്യങ്ങളുള്ളൂ. പക്ഷെ ഈ സൗകര്യത്തെ നമുക്ക് സ്വർഗമാക്കാൻ ഇവിടെ സാധിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ മഹത്വമാണ്, ദിവ്യത്വമാണ്, ഗുരു പരമ്പരകളുടെ അനുഗ്രഹമാണ്. അമ്മയുടെയൊക്കെ തപസ് ഈ രൂപത്തിലാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്.